വെൽക്കം ടു അവർ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ യൂണിറ്റ് 5 ഫസ്റ്റ് ഒരു നാടകം പഠിക്കാനുണ്ട്. ആ നാടകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇഖൈ പാഞ്ച് ഖുല ആസ്മാൻ. ഖുല ആസ്മാൻ, ആസ്മാൻ എന്താണ്? ആകാശമാണ് അല്ലേ. ഖുല ആസ്മാൻ, തുറന്ന ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായ ആകാശം. चित्र में क्या है? चित्र में एक पेड़ है और कुछ बच्चे भी है. ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. जो लोग दूसरों को आज़ादी नहीं देते उन्हें खुद भी इसका हक नहीं होगा. എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ്റെ ഒരു വചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജോ ലോഗ്, ഏതൊരാളാണോ, ദൂസറോങ്കോ മറ്റുള്ളവർക്ക്, ആസാദി നഹീ ദേത്തെ സ്വാതന്ത്ര്യം നൽകാത്തത്, ഉനേം അവർക്കും, ഖുദ് ബി സ്വയം, ഇസ്കാ ഹക്ക് നഹി ഹോഗ അതിനുള്ള അവകാശമില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകാത്തവർക്ക് സ്വയം അതിനുള്ള അവകാശവും ഉണ്ടാകില്ല എന്ന്. അങ്ങനെയാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശാലമായ ആകാശം എന്ന് പറയുന്ന ഈ ഖുല ആസ്മാൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ശരിക്കും ഒരു നല്ല ഗുണപാഠം നൽകുന്ന ഒരു നാടകമാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമേ തന്നെ. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ദേഖേം ബച്ചെ ക്യാ കർത്തെ ഹേ, നോക്കിയാലും ഇവിടെ കുട്ടികൾ എന്തോ ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഒരു നാടകമാണ്. നാടകത്തിൻ്റെ പ്രത്യേകത ദൃശ്യങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നാടകം അവതരിപ്പിക്കാനുള്ള കഥാപാത്രങ്ങൾ വേണം. അപ്പം ഇവിടെ കുട്ടികൾ നാടകം അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് കുട്ടികളെല്ലാവരും ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് ഒന്നാമത്തെ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാടകത്തിൻ്റെ പേരെന്താണ്? രാജ ഔർ വിദ്രോഹി എന്നാണ്. രാജ ഔർ വിദ്രോഹി നാടകം എഴുതിയിട്ടിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രാജ ഔർ വിദ്രോഹി എന്ന് പറയുന്ന നാടകം ഹിന്ദിയിലേക്ക് വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? അമർ ഗോസ്വാമി. ആരാണ്? അമർ ഗോസ്വാമി. പാഠഭാഗ് കാ നാം ക്യാ ഹെ? രാജ ഔർ വിദ്രോഹി. പാഠഭാഗ് एक नाटक है, രവീന്ദ്രനാഥ ടാഗോർ ने लिखा है. इसका अनुवाद किसने किया? അമർ ഗോസ്വാമി. അപ്പം രാജ ഔർ വിദ്രോഹി, രാജാവും വിദ്രോഹി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരി, കലാപകാരി എന്നൊക്കെയുള്ള അർത്ഥം. രാജാവും വിപ്ലവകാരിയും എന്ന നാടകം രവീന്ദ്രനാഥ ടാഗോറാണ് എഴുതിയത്. അമർ ഗോസ്വാമിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടണം. ഈ കുട്ടികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവരാരെല്ലാമായിട്ടാണ് ഇവിടെ വേഷമിടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാത്രം എന്നുള്ളത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? രാജൻ ആരായിട്ടാണ്? രാജാവായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ജിതൻ ആരായിട്ടാണ്? മന്ത്രിയാണ്. ഉബേൻ ആരായിട്ടാണ്? ന്യായാധീഷ്. ആരാ ന്യായാധീഷ്? ന്യായാധിപൻ അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടാണ്. ഹേമാണ് ആര്? ഇവിടുത്തെ വിദ്രോഹി, വിപ്ലവകാരിയായിട്ട് ആരാണ് അവതരിപ്പിക്കുന്നത്? ഹേമാണ്. അതുപോലെ തന്നെ സേനാപതി, സൈനിക്, കുച്ച് ജനത, മതി. സേനാപതിയും സൈനിക്, കുറച്ച് ആൾക്കാർ, സൈനികന്മാർ, സേനാനായകന്മാരൊക്കെ ഇതിൽ വേണം അല്ലേ. അപ്പോൾ ബാക്കി കുട്ടികളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. പെഹലാ ദൃശ്യം, ഫസ്റ്റ് ദൃശ്യത്തിലേക്ക്, ഒന്നാമത്തെ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ രാജൻ പറയാണ്, മേ തും ലോഗോं കോ രാജാ ഹും. ഞാനാണ് നിങ്ങളുടെ രാജാവ്. ഹേമ്, അപ്പം അത് കേട്ടപ്പോൾ ഹേമ്, തും രാജ മഗർ ക്യോ, നീ രാജാവോ? പക്ഷെ എന്തുകൊണ്ടാണ് നീയാണ് രാജാവെന്ന് നീ തിരഞ്ഞെടുത്തതെന്ന്. ഇവിടെ ഇവർ നാടകം അവതരിപ്പിക്കാൻ പോവാണ്. അപ്പം ആദ്യത്തെ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് നാടകമായിട്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെഹലാ ദൃശ്യത്തിൽ രാജൻ പറയാണ്, ഞാനാണ് നിങ്ങളുടെ രാജാവ് എന്ന്. അപ്പം ഹേം ചോദിക്കുകയാണ്, നിങ്ങൾ രാജാവാകുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ രാജാവാകുന്നത്? അപ്പം രാജൻ്റെ മറുപടി എന്താ? ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ മേൻ തും സബ്സെ ബഡാ ഹും, ഞാനാണ് നിങ്ങളെല്ലാവരെക്കാളും വലിയ ആള്. മേ തും സബ്സെ ബഡാ ഹും, ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ ആളാണ്. ഇത് കേട്ടപ്പോൾ മഗർ എന്നാൽ സിർഫ് കേവലം ഇസി ബാത്ത് സെ, ഈ ഒരു കാരണം കൊണ്ട് സാബിത്ത് നഹി ഹോത്ത തെളിയിക്കാൻ പറ്റുകയില്ല. എന്തെന്നാൽ തും സബ്സെ ബലവാൻ ബി ഹോ, ഞങ്ങളെക്കാൾ ശക്തരാണെന്ന് ഈ ഒരു കാരണം കൊണ്ട് മാത്രം തെളിയിക്കാൻ പറ്റില്ല എന്ന് ഹേമ പറയാണ്.
അപ്പം നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. സബ്സെ ബൽവാൻ രാജ ബനേഗ ഇസ് വിചാർ സെ ആപ് കഹാ തക് സഹമത് ഹേ. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? സബ്സെ ബലവാൻ രാജ ബനേഗ, ഏറ്റവും ബലവാനായിട്ടുള്ള ആളാണ് രാജാവായി മാറുക. ഈ ചിന്തയോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും ശക്തിമാനായ ആളാര്, അയാൾ രാജാവ് എന്നൊരു രീതി ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതാനുള്ളതാണ്. അപ്പോൾ പാഠഭാഗത്തിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മറുപടി കേട്ടപ്പോൾ രാജൻ പറയാണ്, ക്യാ മേരി താക്കത്ത് സബ്സെ ജ്യാദാ നഹി ഹേ, ചലോ ലഡിലേ. എന്താ പറഞ്ഞത്? രാജൻ പറഞ്ഞു, ക്യാ എന്താ മേരി താക്കത്ത്, എൻ്റെ ശക്തി, സബ്സെ ജ്യാദാ നഹി ഹേ, നിങ്ങളെല്ലാവരെക്കാളും കൂടുതലില്ലേ, ചലോ നടക്കൂ, ലഡിലേ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഹേമു പറയാണ്, ടീക്ക് ഹേ, ശരി നമുക്ക് പരിശോധിക്കാം. രാജൻ പറയാ, मैं तुम्हारा जबड़ा तोड़ दूंगा. ഞാൻ നിങ്ങളുടെ ജബട, എന്താ ജബട? താടിയെല്ല്, ഞാൻ നിങ്ങളുടെ താടിയെല്ല് തകർക്കും. ഹേമു, തുമാരി നാക്ക് ഖാ ഭുർത്ത ബനാ ദൂങ്ക, നിങ്ങളുടെ മൂക്ക് ഞാൻ ഇടിച്ച് തകർക്കും. ഭുർത്ത ബനാ ദൂങ്ക എന്ന് പറയാൻ അത്യധികം ഇടിക്കുക എന്നുള്ള അർത്ഥമാണ്. രാജൻ, തുമാരി ബത്തീസി തോട് ദൂങ്ക, നിങ്ങളുടെ 32 പല്ല് ഞാൻ തകർക്കും. അപ്പോഴേക്കും മതി പ്രവേശിക്കുകയാണ്, മതി ക പ്രവേശ്. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. മതി ക പ്രവേശ്, മതി കടന്നു വരുന്നു. മതി, അരേ ക്യാ, അല്ല ഇതെന്താ, തും ലോഗ് ഈ തരഹ് ജഗട ക്യോം കർ രഹേ ഹോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്ക് കൂടുന്നത്? ജഗട എന്ന് പറഞ്ഞാൽ വഴക്ക്. അപ്പം ഹേമ പറയാ, രാജൻ കഹത്ത ഹേ, ഈ രാജൻ പറയാണ്, വഹ് രാജാ ബനേഗ, അവനാണ് രാജാവാകുന്നേന്ന്. വഹ് ഖുദ്കോ സബ്സെ ബലവാൻ മാൻതാ ഹേ, അവൻ സ്വയം നമ്മളെക്കാളൊക്കെ ബലവാനായിട്ട് അവനെ അംഗീകരിച്ചിരിക്കുക. മഗർ എന്നാൽ മേ ഈസാ നഹി സമച്ചത്ത, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, ഇവനാണ് ഇത്ര ബലവാനെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന, വഴക്ക് കൂടുന്നതെന്നുള്ള അർത്ഥത്തിൽ ഹേമ പറയാണ്. മതി, യേ സിർഫ് ഗേൽ ഹേ, ഇത് കേവലം ഒരു കളിയല്ലേ, നമ്മളൊരു നാടകം അവതരിപ്പിക്കാൻ പോവുകയല്ലേ, ഇതിപ്പോൾ ശരിക്കും രാജാവൊന്നും അല്ലല്ലോ. രാജൻ കെ രാജാ ബനനെ മേ ഹർജ് ക്യാ ഹേ, രാജൻ രാജാവായി അഭിനയിക്കുന്നതിൽ എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ ആപത്ത്, എന്ത് ആപത്താണുള്ളത്, എന്ത് അപകടമാണ് അവൻ രാജാവായിട്ടുണ്ടായാൽ ഉണ്ടാവുക. ബാദ്മേ തുമാരി ഭി രാജാ ബനനേക്ക് ഭാര്യയായേഗി, ഇപ്പം അവൻ രാജാവായിട്ട് അവതരിപ്പിച്ചാൽ ബാദ്മേം, ഇത് പിന്നീട് തുമാരി ഭി നിങ്ങൾക്കും രാജാ ബനനേക്ക് ഭാര്യയായേഗി, രാജാവായി മാറാനുള്ള ഊഴം വരും അല്ലേ. ഇതിപ്പോൾ ഒരു കളിയാണ്, കേവലം ഒരു കളി മാത്രമാണ്. അപ്പോൾ ഇതിൽ അവൻ രാജാവായിക്കോട്ടെ, അതിനെന്താ ഒരു കാര്യം എന്ന് ചോദിക്കുകയാണ്. ജയ് മഹാരാജ് രാജേന്ദ്രക്ക് ജയ്. അപ്പോൾ മതി അവിടെ നിന്ന് വിളിച്ചു പറയാണ്, മഹാരാജാവ് രാജേന്ദ്ര വിജയിക്കട്ടെ. അപ്പോൾ ബധായിയേ, അപ്പോൾ പറഞ്ഞാലും ആപ്പ് മന്ത്രി കിസേ ബനാ രഹേ ഹേ. അപ്പം മതിക്ക് നമ്മുടെ രാജൻ രാജാവാകുന്നതിനോട് പ്രശ്നമൊന്നുമില്ല. അപ്പം മതി പറയാണ്, മഹാരാജാവ് രാജേന്ദ്ര നീണാൽ വാഴട്ടെ, ഇനി പറഞ്ഞാലും രാജാവേ താങ്കൾ മന്ത്രിയായിട്ട് ഇതിലാരെയാണ് നിയമിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാവായിട്ട് രാജനെ തന്നെ ഇവർ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ മന്ത്രിയായിട്ട് ആരെയാണെന്ന് ചോദിക്കുമ്പോൾ രാജൻ പറയാണ്, ജിതേൻ കോമേ അപ്പന മന്ത്രി ബനാവുക, ജിതേനെ ഞാൻ എൻ്റെ മന്ത്രിയാക്കാൻ പോവാണ്. അപ്പം മതി ചോദിച്ചു, അവർ സേനാപതി, അപ്പം സേനാപതി ആരാണാവുക? അപ്പം രാജൻ പറഞ്ഞു, തും ബനോഗോ, നീ ആയിക്കോ. ആര്? മതി സേനാപതി ആയിക്കോളാൻ പറഞ്ഞു. ഒരു രാജകൊട്ടാരമാകുമ്പോൾ സേനാപതി ഉണ്ടാകും, ന്യായാധീശ ഉണ്ടാകും, അതുപോലെ തന്നെ മന്ത്രി ഉണ്ടാകും. ഇവരൊക്കെ ഓരോരുത്തർ ഓരോരോ കഥാപാത്രങ്ങളായി മാറുകയാണ്. അപ്പോൾ സേനാപതി ആരാണെന്ന് ചോദിച്ചപ്പോൾ രാജൻ പറഞ്ഞ എന്താണ്, മതിയോട് സേനാപതി ആകാൻ പറയാണ്. അപ്പം മതി, അവർ ന്യായാധീശ് കോൻ ബനേക, അപ്പോൾ ആരാണ് ന്യായാധീശ് ആവുക? ന്യായാധീശ് എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ, ജഡ്ജി. അപ്പം രാജൻ പറയാ, ഇസ്കേലിയേ അപ്നാ ഉബേൻ ഹേ, അതിന് നമ്മുടെ ഉബേൻ ഉണ്ടല്ലോ, മതി. അവർ ബാക്കി ബച്ചയിലെടുക്കേ, അപ്പോൾ ബാക്കിയുള്ള ബോയ്സൊക്കെയോ, ഇനി ബാക്കിയും കുറേ പേര് ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ ആരാകും എന്ന് ചോദിച്ചപ്പോൾ രാജൻ പറയാണ്, വേ സബി സൈനിക് ബനേങ്കെ, അവരെല്ലാവരെയും നമുക്ക് ആരാക്കാം? സൈനികന്മാരാക്കാം. മതി ടീക്ക് ഹേ. അപ്പം മതി പറഞ്ഞു, ശരി, ഖേൽ ശുരു ഹോ, നമുക്ക് കളി ആരംഭിക്കാം. സൈനികരെ തും സബ് ഖത്താർ മേ ഗഡേ ഹോ ജാവോ, നിങ്ങളൊക്കെ ഖത്താർ നിരനിരയായിട്ട് നിൽക്കൂ. മഹാരാജ് കോ സലാം കറോ, മഹാരാജാവിന് സലാം നൽകൂ, അല്ലെങ്കിൽ മഹാരാജാവിനെ നമസ്കരിക്കൂ. കഹോ മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയൂ, മഹാരാജാവ് രാജേന്ദ്ര ജയിക്കട്ടെ എന്ന് പറയൂ എന്ന്. അപ്പോൾ ഈ
രാജാ ഔർ വിദ്രോഹി എന്ന് പറയുന്ന ഈ നാടകത്തിൽ നമ്മൾ ഫസ്റ്റ് ദൃശ്യമാണ് ഇപ്പോൾ പഠിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഈ നാടകം അമർ ഗോസ്വാമി വിവർത്തനം ചെയ്തു. ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. കുട്ടികൾ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ആദ്യമേ രാജാവാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തർക്കിക്കുന്നുണ്ട്. അങ്ങനെ രാജേനാണ് രാജാവായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മന്ത്രിയായിട്ട് ജിതേനെയും ന്യായാധീശായിട്ട് ഉപേനെയും ഇവിടുത്തെ സേനാപതിയായിട്ട് നമ്മൾ മതിയെയും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാടകം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഇവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ഭാഗത്തിൻ്റെ വേർഡ് മീനിങ്സ് നമുക്ക് നോക്കാം. വിപ്ലവകാരി, സിർഫ് കേവലം, സാബിത്ത് തെളിയിക്കുക, താക്കത്ത് ശക്തി, ജബട താടിയല്, നാക്ക് മൂക്ക്, ബുർത്ത ബനാ ദൂങ്ക അത്യധികം മർദ്ദിക്കുക, ജഗട വഴക്ക്, അർജ് ആപത്ത്, ന്യായാധീശ് ന്യായാധിപൻ ജഡ്ജി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ തുടർന്ന് വരുന്ന ഓരോ പാഠഭാഗങ്ങളും അവയുടെ ചോദ്യോത്തരങ്ങളും പരീക്ഷാ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. താങ്ക് യു.